ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോ ഓഫ് അട്രാക്ഷന്റെ സീരീസ് 3 ആണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകളെ കുറിച്ചായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. അതിൽ ആദ്യത്തേത് സെൽഫ് ഹീലിംഗും, രണ്ടാമത്തേതില് നമ്മൾ സ്വയം സ്നേഹിക്കുന്നതിലൂടെ, എപ്പോഴും സന്തോഷമായിരിക്കുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങള് അല്ലെങ്കിൽ ആകർഷണ നിയമം അനുസരിച്ച് എന്താണ് അതിന്റെ പ്രസക്തി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ഇനി നമ്മൾ ഈ ഒരു ആഴ്ച നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇതിന്റെ ശരിയായൊരു റിസൾട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അതുപോലെ തന്നെ ബ്ലെസ് ചെയ്യുന്ന ഒരു ശീലം, അതായത് നമ്മൾ ഒരു അനുഗ്രഹ ഭാവം ഉണ്ടാക്കിയെടുക്കുക. മറ്റുള്ളവരെ നമ്മൾ മനസ്സ് നിറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും നമുക്ക് ഇപ്പോൾ ഇല്ല, നമ്മൾ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബ്ലെസ് ചെയ്യുക, മനസ്സുകൊണ്ട് നമ്മൾ അവരെ അനുഗ്രഹിക്കുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ലോ ഓഫ് അട്രാക്ഷന്റെ ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനി ഡെയിലി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഓരോ ദിവസവും നമ്മൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ബുക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്നൊക്കെ ഒരു പേര് നൽകി ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങൾക്കും, നമുക്കുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ എണ്ണി എണ്ണി നന്ദി രേഖപ്പെടുത്തി വെക്കുകയാണ് അതിനകത്ത് ചെയ്യുന്നത്. ഇത് തുടക്കക്കാരെ സംബന്ധിച്ചൊക്കെ നമ്മൾ ആദ്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, അതായത് ഞാനും അങ്ങനെ ഒരു ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യപ്പെട്ടപ്പോ നമ്മളുടെ അടുത്ത് എന്റെ അടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും, നിങ്ങൾക്ക് ഉള്ള ഒരു 10 കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്താനായിട്ട് ആവശ്യപ്പെട്ടു. ക്ലാസ്സിൽ വെച്ച് തന്നെയാണ്. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ് സമയത്തിനകം, ധാരാളം മതി 5 മിനിറ്റ് എന്നൊക്കെ പറയണേ, നിങ്ങൾക്ക് 10ഉം 20ഉം 50ഉം വരെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എഴുതി വെക്കാൻ പറ്റും എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരുന്നത്. അപ്പോ തുടക്കക്കാരെ സംബന്ധിച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 4-5 എണ്ണമൊക്കെ എഴുതിയിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ആലോചിക്കാനായിട്ട് തുടങ്ങും, ഇനി എന്താണ് എന്നുള്ളത്. ഇതിന് കാരണം നമുക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളോട് പെട്ടെന്ന് നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എണ്ണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളതിനേക്കാളും നമ്മൾ എപ്പോഴും നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ചാണ് നമ്മുടെ മനസ്സ് തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമുക്ക് ഇല്ലാത്ത, നമുക്ക് വേണ്ടതായിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ കയ്യിൽ അതില്ല, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഉള്ളത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് അതിന്റെ വാസ്തവം. അപ്പൊ ആ ഒരു ശീലം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും അറിയാം, ഇപ്പോ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് 10-50 എണ്ണമൊക്കെ നമുക്ക് നിഷ്പ്രയാസം എഴുതി വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ. അപ്പൊ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നമുക്കതെല്ലാം എഴുതാം. പക്ഷെ ഉണ്ടല്ലോ, തുടക്കക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്, അതിന്റെ തയ്യാറെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ദിവസത്തിലുണ്ടല്ലോ ഒരു 3 കാര്യങ്ങൾക്കെങ്കിലും നമ്മൾ നന്ദി പറയുന്നത് ഒരു ശീലമാക്കി മാറ്റുക. ഈ 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, രാവിലെ നമ്മൾ എണീക്കുന്ന ഉടനെ തന്നെ പ്രപഞ്ചത്തോട്, യൂണിവേഴ്സിനോട്, ദൈവത്തോട്, ഇതെല്ലാം ഒരേ ശക്തിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ നന്ദി പറയുക. എന്തിനാ? ഇങ്ങനെ ഒരു ദിവസം കൂടി നമുക്ക് ഈ പ്രപഞ്ചത്തില്, ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് അവസരം തന്നതിന്. പലരും വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ ഇത്ര വലിയ കാര്യമാണോ, കാരണം ഡെയിലി നമുക്ക് എല്ലാ ദിവസവും രാവിലെ ആകുന്നു, നമ്മൾ നമ്മുടേതായ ജോലികൾ ചെയ്യുന്നു, രാത്രിയാകുന്നു, ഉറങ്ങുന്നു, വീണ്ടും രാവിലെ ആകുന്നു, ഇതൊരു സൈക്കിൾ പോലെ പോകുന്നതല്ലേ എന്ന് ചിന്തിക്കുന്നവർക്കായിട്ടൊരു കാര്യം പറയാം. എത്രയോ ആളുകൾ അങ്ങനെ രാത്രി എന്താ പറയാ ഉറങ്ങാൻ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവർക്ക് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ ഒരു മനോഹരമായ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കാത്തതായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വളരെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭൂമിയിൽ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി ജീവിക്കാനായിട്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ബോണസ് ആണ്, നമുക്ക് എക്സ്ട്രാ തരുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. കാരണം നമ്മുടെ എക്സ്പയറി ഡേറ്റ് നമുക്കറിയില്ല, പക്ഷെ നമ്മളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്, മാനുഫാക്ചർക്കാണല്ലോ അതിന്റെ എക്സ്പയറി ഡേറ്റും അവർക്ക് അറിയുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഓരോ ദിവസങ്ങൾക്കും നന്ദി പറയുക. ഇത് നന്ദി പറയാന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഇപ്പൊ പല ആളുകളുണ്ടല്ലോ, ചിലപ്പോൾ അവരുടെ മതാചാര പ്രകാരമുള്ള പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടാവും, ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ. ഹിന്ദുക്കളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ ഉള്ളം കൈ നോക്കിയിട്ട്, ഉള്ളം കൈ കണി കണ്ടുകൊണ്ട് കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് ചൊല്ലുന്ന മന്ത്രം ജപിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് നമ്മുടെ 2 കൈയും കൂട്ടി ഒന്ന് തിരുമ്മി നമ്മൾ കണ്ണിലും കവിളിലും ഒക്കെ വെച്ച് നമ്മൾ എന്താണ് ഭൂമി ദേവിയെ വന്ദിച്ച് നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്.
അത് ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഈ നന്ദി പ്രകടനം തന്നെയാണ്. അപ്പം അത് മന്ത്രജപത്തിലൂടെയാണെന്നേ ഉള്ളൂ, പക്ഷെ ദൈവത്തോടുള്ള ഒരു നന്ദി അറിയിക്കലാണ് ആ ചെയ്യുന്ന കാര്യവും മതി. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അപ്പോൾ നമ്മൾ നന്ദി പറയാനായിട്ട് ശീലമാക്കുക. രണ്ടാമതെന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഒരുപാട് വലിയ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒന്നും ചൊല്ലിയിട്ടൊന്നും വേണ്ട. നമ്മൾ 3 നേരം അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആ ഫുഡ് കഴിക്കാനായിട്ട് അതൊന്ന് വായിൽ വെക്കുന്നതിന് മുമ്പ് ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ദൈവമേ എന്ന് നമുക്കൊന്ന് പറയാം. അതായത് അങ്ങനെ ഒരു ഭക്ഷണം നമുക്ക് ലഭിച്ചതിനുള്ള നന്ദിയാണ് നമ്മൾ പറയേണ്ടത്. ഇതും കേൾക്കുമ്പോൾ തോന്നും ഇതിലൊക്കെ എന്താ ഇപ്പൊ ഇത്ര പറയാനുള്ളത്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, കോവിഡ് ഒക്കെ വരുന്ന സമയത്തിന് മുമ്പായിട്ട് എന്റെ വീട്ടിൽ തന്നെ കേട്ടോ, ഞങ്ങളുടെ ഒരു കസിൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത് നമ്മൾ ഇതേക്കുറിച്ച് ഇങ്ങനെ എപ്പോഴോ ഒരു സംസാരം ഇങ്ങനെ വന്നപ്പോഴാണ്, ഈ ഭക്ഷണ രീതിയുടെ ഒക്കെ കാര്യം വന്നപ്പോഴാണ് മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോരുകറിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള ഈ താളും പപ്പായൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മിക്കവാറും വീടുകളിൽ ഉണ്ടാക്കുമ്പോന്ന് വെച്ചാൽ വെറുതെ തമാശയാണേലും പറയും ഇന്നും ഇത് തന്നെയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴും അന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, ഇതുപോലും ചിലപ്പം നമുക്ക് കിട്ടാനില്ലാത്ത ഒരു സാഹചര്യത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോഴായിരുന്നു ഇങ്ങനെ. ഇന്നത്തെ കാലത്തൊക്കെ അതിന്, അതായത് അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇന്നത്തെ കാലത്തൊക്കെ അതിന് ആർക്കാ ഭക്ഷണത്തിന് ദാരിദ്ര്യം, അതൊക്കെ പണ്ട് കാലത്തല്ലേ, 60-70 കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഈ 2020 കാലഘട്ടത്തിലൊക്കെ ആർക്കാ ഇപ്പൊ ഭക്ഷണത്തിന് ഒരു ദാരിദ്ര്യമൊന്നും ആർക്കും ഇല്ല. എല്ലാവർക്കും വേണ്ട, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുടെ വീടുകളിൽ പോലും സുഭിക്ഷമായിട്ട് കഴിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന സമയത്താണ് അധികം വൈകാതെ തന്നെ കോവിഡ് വന്ന് ലോക്ക്ഡൌൺ ഒക്കെ വന്ന് ഭക്ഷണ സാധനങ്ങൾ കാര്യങ്ങൾ നമുക്ക് അറിയാലോ, ഇതൊന്നും കിട്ടാനില്ലാതെ അതിന്റെ കളവ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അങ്ങനെയൊക്കെ വന്നപ്പോ ഇഷ്ടപ്പെട്ട ഭക്ഷണമോ കാര്യങ്ങളോ മാളിൽ പോയിട്ടോ അല്ലെങ്കിൽ അതും ഇതും ഒന്നും കഴിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോ എന്ത് വന്നു, വീണ്ടും തിരിച്ച് ആളുകൾ നമ്മുടെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ അന്നൊക്കെ വീണ്ടും ഈ പപ്പായയും ചേമ്പും താളും ഒക്കെ തന്നെയായിട്ട് വീട്ടിൽ തന്നെയുള്ള മുരിങ്ങയിലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് തുടങ്ങി. അന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, ഓരോരോ സാഹചര്യം വരുമ്പോ അല്ലെ, അതുപോലെ ഈ പ്രകൃതി ഒന്ന് വിചാരിച്ചാൽ മതി ഭക്ഷണത്തിനൊക്കെ ദാരിദ്ര്യം കാര്യങ്ങൾ വരാനായിട്ട്, ക്യാൻസർ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നത്, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി ഉണ്ടാവണം എന്ന് പറയുന്നതിന്റെ കാരണം, വയനാട്ടിൽ ആ ദുരന്തമൊക്കെ വന്ന സമയത്ത് കഴിക്കാനില്ലാത്തതുകൊണ്ടാണോ, എല്ലാം വീടടക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവർക്കൊന്നും യാതൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്ന ആളുകളായിരിക്കില്ല, ബാങ്ക് ബാലൻസും ഒക്കെ കാണും, പക്ഷെ എന്താ എല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് മുമ്പിൽ ഈ മലയാളികളെല്ലാം കൈകോർത്ത് നിന്നല്ലേ അവിടേക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തിച്ചത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ലഭിക്കുന്ന നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിന് നന്ദി നമ്മൾക്ക് ഉണ്ടാവണം. അപ്പൊ ആ ഒരു ശീലം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾക്ക്, രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്ന ഉടനെ നമുക്കൊരു നന്ദി പ്രകടിപ്പിക്കണം പ്രപഞ്ചത്തോട്. രണ്ടാമത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. ഇനി ലാസ്റ്റ് ഒരു തവണയും കൂടി, ഇതിപ്പോ ഞാൻ ജസ്റ്റ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അന്നത്തെ ദിവസം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു ദിവസം മനോഹരമാക്കി തന്നതിനുള്ള നന്ദിയും കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്നത്തെ ദിവസം ഇപ്പൊ ഞാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നും എനിക്ക് കിട്ടിയില്ല, പിന്നെ ഞാൻ എന്തിനാ നന്ദി പറയുന്നതെന്ന് വിചാരിക്കും. ഒന്നും വേണ്ട, അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് ലാസ്റ്റ് വരെ ഇരിക്കാൻ സാധിച്ചു. അതേപോലെ നിങ്ങളിപ്പോ എവിടെയെങ്കിലും ഒരു യാത്ര പോയിട്ടുണ്ടാവും, ചിലപ്പോൾ യാത്ര പോയിട്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിലും ആ യാത്ര കഴിഞ്ഞ് സേഫ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലെത്താനായിട്ട് സാധിച്ചു. അങ്ങനെയും എത്താത്ത ആളുകളില്ലേ ഒരു യാത്ര പുറപ്പെട്ടിട്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു ദിവസത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പൊ ഇപ്പൊ തുടക്കം നമുക്ക് ഈ 3 കാര്യങ്ങൾക്ക് കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ശീലമായിട്ട് പറഞ്ഞ ബ്ലെസ് ചെയ്യാനുള്ള ശീലം, നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ടുള്ള ഒരു ശീലം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു അനുഗ്രഹ ഭാവം നമ്മളിൽ നിറയ്ക്കുമ്പോൾ മാത്രമേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ നല്ല ഭംഗിയുള്ള വീടൊക്കെ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വാവ് എന്ന് പറഞ്ഞു പോകും. പക്ഷെ ആ ഒരു വീട് അല്ലെങ്കിൽ അവർക്കത് സാധിച്ചതിന്, അങ്ങനെ ഒരു വീട് അവർക്ക് വെക്കാൻ സാധിച്ചതിന് നമ്മൾ അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുന്നില്ല, അല്ലാണ്ട് അവിടെ പോയി അവരുടെ അടുത്ത് അത് പറയണമെന്നൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് മനസ്സുകൊണ്ട് ദൈവമേ നല്ലത്, അവർക്ക് അങ്ങനെ ഒരു കാര്യം വന്നതിൽ നമ്മൾ അവരെ അങ്ങനെ മനസ്സുകൊണ്ട് ബ്ലെസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇതിന്റെ റിസൾട്ട് നമ്മളിലേക്കാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരെയും, അതുപോലെ തന്നെ വിവാഹം, അതുപോലെ ഇപ്പം നല്ല നല്ല വാഹനങ്ങള് അല്ലെങ്കിൽ വീട്, ഇതൊക്കെ സ്വന്തമായിട്ടുള്ളപ്പോ നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ ബ്ലെസ് ചെയ്യുന്ന ഒരു ശീലം നമ്മളിൽ വരണം. ഇത് നേരിട്ട് പോയി പറയണമെന്നൊന്നുമല്ല. നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, നല്ലത് കണ്ടാൽ നമുക്ക് അഭിനന്ദിക്കാനുണ്ടല്ലോ, കുശുമ്പ കാര്യങ്ങളൊന്നും ഉള്ളതൊന്നും അല്ല, പക്ഷെ നമുക്കൊരു മടി അല്ലെങ്കിൽ ചമ്മലാവർ അതെങ്ങനെ എടുക്കും, അങ്ങനെ പോയി പറയേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും ഇല്ല.
എന്ന് വിചാരിച്ചാൽ നമുക്കൊരു നാണം അല്ലെങ്കിൽ ഒരു മടി അല്ലെ അത് വരും. പക്ഷെ നമ്മൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു നല്ല ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ ഓക്കെ യു ആർ ലുക്കിംഗ് ഗുഡ് എന്ന് നമുക്ക് പറയാനായിട്ടുള്ള ഒരിത്. ഓക്കെ, ഇതിപ്പോ ഞാനിങ്ങനെ പറയുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികളും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഞങ്ങൾ എത്രയോ പറയാറുണ്ട് പെൺപിള്ളേരുടെ അടുത്ത് എന്ന് പറയുന്ന ആ ഒരു ഇതിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷെ അല്ലാതെ നമ്മൾ മനസ്സ് നിറഞ്ഞ് അവരുടെ അടുത്ത് നല്ലൊരു കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ശീലമൊക്കെ നമ്മളിൽ വരും കേട്ടോ. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ഒരു തരി പോലും ഒരു അസൂയയും കുശുമ്പും ഒന്നും ഇല്ലാത്തവർക്കേ നമുക്ക് അങ്ങനെ ബ്ലെസ് ചെയ്യാനും അങ്ങനെ ഒരാൾക്ക് നമുക്ക് കോംപ്ലിമെന്റ് കൊടുക്കാനും സാധിക്കുകയുള്ളൂ അല്ലെ. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നു എന്നാണ് അങ്ങനെ പറയുമ്പോൾ. അതായത് നമുക്ക് ചമ്മലുണ്ടാവില്ല പോയി പറയാനായിട്ട്, നല്ലത് എന്ന് പറയാനായിട്ട് നമുക്ക് ചമ്മലില്ലാത്ത അവസ്ഥ വരും. അത് നല്ലൊരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? റീഡിംഗ് ഹാബിറ്റ്, വായനാശീലം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വായനാശീലം ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കണേ. അതെന്താന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ മനസ്സിൽ പോസിറ്റിവിറ്റി, വായന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് അറിവുകൾ മാത്രമല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം കൂടി നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സിലെ ചിന്തകളെ അവിടെ നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് ആ ഒരു സമയത്ത്, ഈ വായിക്കുന്ന ഒരു സമയത്ത് ആ ഒരു കാര്യത്തിലായിരിക്കും നമ്മുടെ മൈൻഡ് ഫോക്കസ് ചെയ്യുന്നത്. ഒത്തിരി നല്ല ഒരു കാര്യം വായനയിലൂടെ നമ്മളിലേക്ക് ലഭിക്കും. അതില് എന്റെ ലൈഫില് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ദ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട്. പറ്റുന്നവര് നല്ല, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പൈസ മുടക്കുന്നുണ്ട് അല്ലെ, പല കാര്യങ്ങൾക്കായിട്ട്. അപ്പോ അധികം വിലയൊന്നുമില്ല. നമുക്ക് ആ ഒരു ബുക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന കുക്കു FM അതിലൊക്കെ ഉണ്ട്, നമുക്കതൊക്കെ വായിക്കാനായിട്ട് ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഇനി ആകർഷണ നിയമത്തെ കുറിച്ച് കേട്ടിട്ട് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇനി മറ്റാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ എന്തെന്നില്ലാത്ത ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം നമ്മളിലേക്ക് വരും. ആകർഷണ നിയമത്തെ കുറിച്ച് കൂടുതൽ അറിയാനും പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളതിന്റെ ഒരു പ്രസക്തി ആ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതിലെ ഏതാനും ചില പേജുകളിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ അതിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ള ആ ഒരു പുസ്തകം, രഹസ്യം. അപ്പോ ഞാൻ ഈ ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിലുള്ള ഉള്ളടക്കത്തെ കുറിച്ച്, ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ പറയുന്നുണ്ട്, രഹസ്യം വെളിപ്പെടുത്തുന്നു എന്നുള്ളതില് തത്വചിന്തകൻ അല്ലെങ്കിൽ അതിന്റെ എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്തും രഹസ്യം നിങ്ങൾക്ക് നേടിത്തരും. സന്തോഷം, ആരോഗ്യം, പണം, എന്താണോ നമുക്ക് ആവശ്യം അതെല്ലാം ഈ രഹസ്യം നമുക്ക് നേടിത്തരും എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടാം, ചെയ്യാം, നിങ്ങൾക്കതായി തീരാം. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് നേടാൻ കഴിയും. അതെത്ര വലുതായാലും പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട്. പേജ് 7 പറയുന്നുണ്ട്, ഒരേപോലുള്ളവ പരസ്പരം ആകർഷിക്കും. അതായത് ആകർഷണ നിയമത്തെ വളരെ ലളിതമായ രീതിയിൽ ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്. ജോൺ അസറഫ് പറയുന്നതാണ്, ഞാൻ സ്വയം ഒരു കാന്തമാണെന്ന് സങ്കല്പിക്കുന്നു, അപ്പോൾ മറ്റൊരു കാന്തം എന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് എനിക്കറിയാം. ഓക്കെ, അതായത് സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്നാണ് ആകർഷണ നിയമം പറയുന്നത്. അതിനാൽ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ നിങ്ങൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിവിടെ കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കും തോറും അത് കൂടുതൽ മോശമായി, ഇപ്പൊ മോശം കാര്യമാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് കൂടുതൽ മോശമായിട്ട് തോന്നും. അതിന് കാരണം കുറച്ചു നേരം നിങ്ങൾ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആകർഷണ നിയമം ഉടൻ തന്നെ സമാനമായ കുറെ ചിന്തകൾ കൂടി നിങ്ങൾക്ക് തരും. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സ് സമാനമായ അസുഖ ചിന്തകൾ കൊണ്ട് നിറയും. സാഹചര്യം കൂടുതൽ വഷളാകും. കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥനാകും. അതിന് കുറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ഫീലോട് കൂടി അത് കേട്ടാൽ വീണ്ടും ആ ഗാനം കേൾക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. അല്ലെങ്കിൽ അത് ഓരോ വികാരങ്ങളായിട്ടാണ് നമ്മളിലേക്ക് വികാരമായിട്ട് നമ്മളിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വികാരം എന്താണോ അതാണ് നമ്മുടെ ചിന്തകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അപ്പോ ആ ഒരു പുസ്തകം വായിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ ഇതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പേജ് 10 പറയുന്ന ഒരു കാര്യമാണ്, ചിന്തകൾക്ക് കാന്തിക ശക്തിയുണ്ട്. ചിന്തകൾക്ക് ഒരു തരംഗ ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തകളാണ് പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്.
ഓക്കെ, അപ്പൊ അത് പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നതായിട്ട് സ്വയം സങ്കല്പിക്കുന്നതിലൂടെ ബോധപൂർവം നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് എളുപ്പമാണ്, പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാവർക്കും അവർ സ്വപ്നം കാണുന്ന ജീവിതം നേടാൻ കഴിയാത്തത് എന്നുള്ളതിനും ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും നന്മയെ ആകർഷിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാത്തതിന് ഒറ്റ കാരണേ ഉള്ളൂ, നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കാൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതെന്ന്. ശരിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് സർവ്വസമാനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു ആകർഷണ നിയമത്തിന്റെ പ്രത്യേകത അവിടെ പറയുന്നുണ്ട്, ഇതിന് നല്ലതെന്നോ ചീത്തയെന്നോ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മുടെ ഒരു സെർവന്റിനെ പോലെ അത് നമുക്ക് കൊണ്ടുവന്ന് തരുമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ നമുക്ക് വേണ്ട, അതുപോലെ തന്നെ അരുത്, ഇല്ല എന്നുള്ളത് പോലുള്ള നിഷേധാത്മകമായിട്ടുള്ള വാക്കുകളൊന്നും ആകർഷണ നിയമം കണക്കിലെടുക്കുകയില്ല, അതിനത് അറിയുകയുമില്ല. അതിനൊരു എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട്. ഇപ്പൊ പറയാണ്, മോശമായ രീതിയിൽ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആകർഷണ നിയമം അതെടുക്കുന്നത് മോശമായ രീതിയിൽ മുടി വെട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുപോലെ പനി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആകർഷണ നിയമം എങ്ങനെ കണക്കിലെടുക്കുന്നതെന്ന് വെച്ചാൽ, പനിയും ഇനി ഇതുപോലുള്ള കുറെ അസുഖങ്ങളും കൂടി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയും കൂടുതൽ ജോലി ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആകർഷണ നിയമം പറയുന്നത്, എനിക്ക് ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ ജോലി എനിക്ക് കിട്ടണം. മനസ്സിലായോ? അപ്പം ഈ വേണ്ട അരുത് എന്നുള്ള നെഗറ്റീവ് വേർഡ്സ് ആകർഷണ നിയമത്തിന് അറിയില്ല. ചിന്തിക്കുന്ന കാര്യം എന്താണോ ആ കാര്യത്തെ കൂടുതലായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവന്ന് തരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കണം എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ വിഷമമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും നമ്മൾ ഉടനെ അതിൽ നിന്ന് ബ്രേക്കപ്പ് ആവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ വീണ്ടും വീണ്ടും ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഗെയിൻ നമുക്ക് അതേപോലുള്ള കാര്യങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു മോശമായിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഈ സമയവും കടന്നു പോകും. അടുത്തത് നമുക്ക് ഇതിനെ സോൾവ് ചെയ്ത് വരാൻ പോകുന്ന നല്ലൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇപ്പോഴത്തെ മോശം അവസ്ഥയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇതിനേക്കാൾ മോശമായിട്ടുള്ള അവസ്ഥയായിരിക്കും എന്നുള്ളതാണ് ഈ പ്രപഞ്ച നിയമം, ആകർഷണ നിയമം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ചുരുക്കം എന്താണെന്നുള്ളത് ഞാൻ പറയാം. ആകർഷണ നിയമം പ്രകൃതിയുടെ നിയമമാണ്. അത് ഗുരുത്വാകർഷണ നിയമം പോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിയമമാണ്. നിങ്ങൾ നിരന്തരമായ ചിന്തകളിലൂടെ വിളിച്ചു വരുത്താതെ യാതൊന്നും നിങ്ങൾക്ക് അനുഭവത്തിൽ വരില്ല. അതായത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എന്ത് കാര്യവും നമ്മൾ വിളിച്ചു വരുത്തിയതാണ്, നമ്മൾ സ്വയം ക്ഷണിച്ചതാണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വികാരം അനുഭവിക്കുന്നു എന്ന് നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്കിപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വയറിൽ നിന്ന് ഒരു ആളല് പോലെ നമുക്ക് വരും അല്ലെ, ഉടനെ നമുക്കൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ചിന്തകൾ ആ രീതിയിലുള്ളതാണ്. അതുപോലെ ദേഷ്യത്തിൻ്റെതായ വികാരം, വെറുപ്പിൻ്റെതായ വികാരം ഒക്കെ വരുമ്പോൾ അറിയാം നമ്മുടെ ചിന്തകൾ നെഗറ്റീവ് ആണ്. ഉടനെ നമ്മൾ അതിനെ ബോധപൂർവം പോസിറ്റീവ് തലത്തിലേക്ക് ആക്കാൻ നോക്കുക. പോസിറ്റീവായ വികാരമാണ് സ്നേഹവും സന്തോഷവും. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ നിറയ്ക്കാനായിട്ട് നോക്കുക. അതായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അതേപോലെ പറയുന്ന ഒരു കാര്യമാണ്, ഒരേ സമയം തന്നെ നിങ്ങളുടെ മനസ്സിൽ മോശമായ ചിന്തകളും നല്ല വികാരങ്ങളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ്. അറ്റ് എ ടൈം ഇത് രണ്ടും നമ്മുടെ മനസ്സിൽ വരില്ല. ഏതെങ്കിലും ഒരു വികാരമേ വരുവുള്ളൂ. നമ്മൾ സ്വയം അതേതാണ് ചിന്ത എന്ന് തിരിച്ചറിയുക. മോശമാണെങ്കിൽ അതിനെ നമ്മൾ നല്ലതിലേക്ക് മാറ്റാനായിട്ട് നോക്കുക. ഓക്കെ, അതുപോലെ സുഖമുള്ള ഓർമ്മകള്, പ്രകൃതി, നമുക്ക് ഇഷ്ടമുള്ള സംഗീതം, ഇങ്ങനെയുള്ള ഉപാധികൾക്ക് നിങ്ങളുടെ വികാരങ്ങളെ മാറ്റാൻ കഴിയും. അവ നിങ്ങളുടെ തരംഗങ്ങളെ മറ്റൊരു തലത്തിലേക്ക് മാറ്റും. അപ്പൊ മോശം ഒരു ഫ്രീക്വൻസിയിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് പ്രകൃതിയെ ആസ്വദിക്കുക, നല്ല പച്ചപ്പൊക്കെ ഉള്ള പ്രകൃതി നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള സംഗീതം, അതിനെ നമ്മുടെ മനസ്സിനെ മാറ്റാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ നല്ല നല്ല ഓർമ്മകള്. ഇനി സ്നേഹം എന്ന വികാരമാണ് നിങ്ങൾക്ക് പ്രസരിപ്പിക്കാവുന്ന ഏറ്റവും വലിയ തരംഗദൈർഘ്യം. എത്രത്തോളം ശക്തമായി സ്നേഹം തോന്നുകയും പ്രസരിപ്പിക്കുകയും ചെയ്യുന്നോ അത്രയും കൂടുതൽ ശക്തി നിങ്ങളുടെ സ്വാധീനത്തിൽ വരും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. അല്ല,
നമ്മൾ തന്നെ നമ്മളെ സ്നേഹിച്ച സ്നേഹം നമ്മുടെ മനസ്സിൽ സ്വയം നിറയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹം കൂടെ നമ്മളിലേക്ക്, കാരണം ഒരു കാന്തം പോലെയാണ്, അപ്പൊ അതേ കാന്തത്തിലുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ആകർഷിച്ചു വരും എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളൂ. ഇനി നമുക്ക് ജാനുവരി 1 തുടങ്ങിയാണ്. ഇതിപ്പോ നമ്മൾ പ്രാക്ടീസ് ഒന്നും അല്ല കേട്ടോ പറഞ്ഞത്. പ്രാക്ടീസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ജാനുവരി 1-നാണ്. ജാനുവരി 1-ന് ചെയ്യേണ്ട കാര്യം ഡിസംബർ 31-ന് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരും. ഇത് തുടക്കക്കാരെ സംബന്ധിച്ചുകൊണ്ടാണെന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം ഏറ്റവും ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞു ഇപ്പൊ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചൊന്നുമല്ല. ആകർഷണ നിയമം കേട്ടിട്ടില്ലാത്ത, ഇനി കേട്ടിട്ടുണ്ട് അതെങ്ങനെ തുടങ്ങണം എന്നറിയില്ലാത്ത ആളുകളെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനും ഇടയ്ക്കൊക്കെ ഈ പ്രാക്ടീസുകളൊക്കെ മുടങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഞാനും മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞത്. അപ്പൊ ജാനുവരി 1 തുടങ്ങി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഓരോ ദിവസത്തെ അതാത് ദിവസങ്ങളുടെ തലേദിവസം വീഡിയോ വരും. എന്നിട്ട് ഒരു ദിവസം തന്നെ ചെയ്യേണ്ട മൊത്തം കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു എന്താ പറയാ ഡെയിലി റുട്ടീൻ പോലെ, അതായത് ലോ ഓഫ് അട്രാക്ഷന്റെ ഡെയിലി റുട്ടീൻ പോലെ തന്നെ ഞാനൊരു വീഡിയോ കൂടെ ചെയ്യാം. ബുധനാഴ്ചകളിൽ വരുന്ന വീഡിയോസ് എല്ലാം ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്ത് മറ്റു പല മോട്ടിവേഷണൽ വീഡിയോസും ഒക്കെ ആയിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. താങ്ക്